മടങ്ങിയെത്താം ചർച്ചയിലേക്ക്. കുറച്ച് പ്രേക്ഷകരുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി. എന്താണ്, ആരോടാണ് ചോദ്യം? ചോദ്യം പൊതുവിൽ പ്രത്യേകിച്ച് BJP പ്രതിനിധിയുണ്ട്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ള വേറൊന്നുമല്ല. നമ്മുടെ ഈ ബഡ്ജറ്റിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബഡ്ജറ്റ് ഇന്നലെ വരെ രാജ്യം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു മനോഹരമായ ബഡ്ജറ്റാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ജീവൻ, പ്രകൃതിയുടെ ജീവൻ നിലനിൽക്കുന്ന, അതിനുവേണ്ടി നിലനിൽക്കുന്ന നദികളും പുഴകളും എല്ലാം മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെപ്പറ്റി യാതൊരു കാര്യങ്ങളും അതിനെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മുടെ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ, ഈ പ്രകൃതിയുടെ ഈ സംരക്ഷണത്തിലുള്ള പ്രഖ്യാപനങ്ങളില്ല. ഒന്ന് മറിച്ച് ഇവിടെ ഈ കേരളത്തിൽ തന്നെ എടുത്തു നോക്കാം. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വിവിധ പേരിലുണ്ട്. ഓരോ പട്ടികളെ അനുസരിച്ച് വിദ്യാഭ്യാസം കുറഞ്ഞവർക്ക്, കൂടിയവർക്ക്, വികലാംഗർക്ക്, അങ്ങനെ വിവിധ എംപ്ലോയ്മെൻറ്റ് ഓഫീസുകളെല്ലാം ഈ കേരളത്തിലെന്ന് മാത്രമല്ല ഇന്ത്യയിലെ നോക്കുകുത്തികളാണ്. അതിൽ നിന്ന് ഒരു നിയമനവും PSC പോലും വേക്കൻസി കണ്ടുപിടിക്കുകയോ യഥാസമയം പോസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ അതിനെപ്പറ്റി ഈ തൊഴിലില്ലാതെ കിട്ടുന്ന PhD വരെ എടുത്തിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന വിദ്യാർത്ഥികളെ പറ്റി അവരെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരു ബഡ്ജറ്റിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. മറിച്ച് ഇവിടെ നേരത്തെ പറഞ്ഞു, നല്ല കാര്യമാണ് ഈ നോട്ടിൻ്റെ സംഭവം, നല്ല കാര്യമാണ്. കള്ളപ്പണക്കാരെ പിടിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എത്ര കള്ളപ്പണക്കാരെ രംഗത്ത് കൊണ്ടുവരാൻ കഴിഞ്ഞു. ഇവിടെ 100 കോടിയിലധികം ജനങ്ങൾ വസിക്കുന്ന ഈ മഹാരാജ്യത്ത് 4% പേരാണ് ടാക്സ് കൊടുക്കുന്നത്. ഒരു കാര്യം ഓർമ്മിക്കണം, ഇന്ന് റേഷൻ കടകൾ വഴി കൊടുക്കുന്ന ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള പട്ടികയിൽ 3-4 വാഹനങ്ങളുള്ള വീട്, 3-4 വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന വീട്, 2500 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വിസ്തൃതമുള്ള വീട്ടിൽ താമസിക്കുന്ന ആളുകൾ, പാവപ്പെട്ടവന് ഒരു നേരത്തെ ആഹാരത്തിന് നിവൃത്തിയില്ലാതെ കഴിയുമ്പോൾ ദാരിദ്ര്യരേഖയിൽ കടന്നുകൂടിയിട്ടുള്ളത് ഇത്തരം ആളുകളാണ്. അവരെ ഏത് രീതിയിൽ രംഗത്ത് കൊണ്ടുവരാൻ പറ്റും, അത് എങ്ങനെ പൊതുജനങ്ങളിൽ നിന്നും അവരെ മാറ്റി നിർത്താൻ പറ്റും? സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വരെ ഈ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഈ റേഷൻ കാർഡിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് ഒരു ബാധ്യതയും നിർവഹിക്കാനില്ല, സംസ്ഥാന സർക്കാരാണ് ചെയ്യേണ്ടത്. ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കണമെങ്കിൽ അതിൽ സംസ്ഥാന സർക്കാരിൻ്റെ കാര്യമായ പരിശ്രമം വേണം. നമുക്കറിയാം, ഈ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെ കാര്യം പറഞ്ഞു. ഏറ്റവും കൂടുതൽ അഭ്യസ്തവിദ്യരായിട്ടുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുള്ള സംസ്ഥാനമാണ് നമ്മുടെ സംസ്ഥാനം. തൊഴിലില്ലാത്ത അഭ്യസ്തവിദ്യരായിട്ടുള്ള വിവിധ മേഖലയിൽ പ്രാവീണ്യം നേടിയിട്ടുള്ള ചെറുപ്പക്കാർക്ക് സ്വയം തൊഴിലും സംരംഭങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുദ്രാ ബാങ്ക് എന്നുള്ളൊരു സംവിധാനം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നത്. ആ മുദ്രാ ബാങ്കിൻ്റെ 2 ലക്ഷം ചെറുപ്പക്കാർക്ക് 2 ലക്ഷം കോടി മുദ്രാ ബാങ്ക് വഴി വായ്പ നൽകിയെന്നാണ് നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാഷ്ട്രപതി പറഞ്ഞത്. അതിൽ ഏറ്റവും കുറച്ച് മുദ്രാ ബാങ്കിനെ പ്രയോജനപ്പെടുത്തിയ ഒരു സംസ്ഥാനം നമ്മുടെ സംസ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ വാങ്ങാൻ ഒരു നയാ പൈസ ഒരു 10 ലക്ഷം വരെ വായ്പ കിട്ടുന്ന പദ്ധതിയാണ്. അതിൽ ഒരു ഈട് പോലും നൽകാതെ വായ്പ വാങ്ങാൻ പറ്റിയ ആ പദ്ധതി പ്രയോജനപ്പെടുത്താൻ നമ്മുടെ സംസ്ഥാനം മുന്നോട്ട് വന്നിട്ടില്ല എന്നുള്ള ദുഃഖകരമായ സത്യമുണ്ട്. ആ ബാങ്ക്, ഈ മുദ്രാ ബാങ്ക് പദ്ധതി പ്രകാരം ബാങ്കിനെ സമീപിച്ചാൽ ബാങ്കുകാർ നിരുത്സാഹപ്പെടുത്തുകയാണ്. അതൊന്നും ഇവിടെ തരാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ. അതിന് സംസ്ഥാന സർക്കാർ വേണ്ട രീതിയിലുള്ള ഈ പദ്ധതി വിജയിപ്പിക്കാൻ നമ്മുടെ ചെറുപ്പക്കാർക്ക് കൂടുതൽ ഈ വക സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്താനുള്ള ഒരു അനുകൂല നിലപാട് സ്വീകരിക്കുന്നില്ല. ബാങ്കിലേക്ക് ഇത് എന്ത് കാര്യത്തിലാണ് ഈ 10 ലക്ഷം രൂപ കിട്ടിയിട്ട് കേരളത്തിലെ ഈ യൂത്ത് ഉണ്ടല്ലോ, യൂത്ത് ആയിട്ടുള്ള ആൾക്കാർ 10 ലക്ഷം രൂപ അവർ ഈ 10 ലക്ഷം രൂപ എടുത്ത് എന്ത് ബിസിനസ് ചെയ്യാൻ? കേരളത്തിലെ ബിസിനസ് ചെയ്യാൻ ഭയങ്കര റിസ്ക്കാണ്. അല്ലല്ല, അത് സമ്മതിച്ചു. ഈ റിസ്ക് ഈ കേരളത്തിൽ ബിസിനസ് ചെയ്യാൻ പറ്റിയ സംസ്ഥാനമല്ല. ഈ പാവപ്പെട്ട പിള്ളേരെ കൊണ്ട് അതിൽ ബിസിനസ് ചെയ്യിപ്പിച്ച് അവർ കുത്തുവാള എടുക്കരുത്. നമ്മൾ ചെയ്യുന്ന ബിസിനസ് നമുക്കറിയാൻ കിട്ടത്തില്ല. ഈ ജോബ് ക്രിയേഷൻ ഇത് ബഡ്ജറ്റിലെ സ്കീം വഴിയായാലും അല്ലാതെ ആയാലും ശരി, ജോബ് ക്രിയേഷൻ എന്ന് പറയുന്നത് നമ്മളെന്താ ഉദ്ദേശിക്കുന്നത്? എല്ലാവർക്കും സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അനുബന്ധിത സ്ഥാപനങ്ങളിൽ സർക്കാർ ജോലി കൊടുക്കണമെന്നാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണ് അല്ല. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഒരു ബഡ്ജറ്റ് വഴി ചെയ്യേണ്ടത്. അപ്പോൾ അതിന് ഉതകുന്ന മാതിരി ഈ ബഡ്ജറ്റിലും അതിനുള്ള ചില നടപടിക്രമങ്ങൾ എടുക്കുന്നത്. റൂറൽ സെക്ടറിലും ഇൻഫ്രാസ്ട്രക്ചറിലും ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൊടുത്തിരിക്കുകയാണ്.
ടോട്ടൽ ഇൻഫ്രാസ്ട്രക്ചർ 3.96 lakh crore ആണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് വക ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതും മുദ്ര പോലെയുള്ള ഞാനൊന്ന് പറഞ്ഞോട്ടെ അദ്ദേഹം. ഞാൻ ഒരു കാര്യം പറയുമ്പോൾ അതൊന്ന് അതിനൊരു കേൾക്കാൻ, അല്ലെങ്കിൽ താങ്കൾ കേട്ടില്ലെങ്കിലും എന്നെ പറയാൻ അനുവദിക്കുക. അപ്പോൾ അതിനുള്ള സാഹചര്യങ്ങൾ, അതിനുള്ള സ്കീമുകൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ്. ഒരു കുതിരയെ വെള്ളത്തിൻ്റെ അടുത്ത് എത്തിക്കാം അല്ലേ? വെള്ളം കുടിക്കുന്ന കുതിര കുടിക്കണം. ഇപ്പോൾ ധാരാളം സ്കീമുകൾ ഇവിടെ നടപ്പായിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കുഞ്ഞിക്കണ്ണൻ സാർ പറഞ്ഞതുപോലെ മുദ്ര, ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ വേറൊരു സുഹൃത്തും പറഞ്ഞു, കേരളത്തിൽ ആരും ബിസിനസ് ചെയ്യാനുള്ള സാഹചര്യമുള്ള സംസ്ഥാനമല്ല എന്ന് ഇവിടെ ആര് പറഞ്ഞു. അപ്പോൾ ഇതെല്ലാം കേന്ദ്ര ഗവൺമെൻറ് ചില സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, അതിലുള്ള ഫണ്ടിലുള്ള അറേഞ്ച്മെൻ്റ് കൊടുക്കുക. പക്ഷേ അതിനുശേഷം ജോബ് എടുക്കുക, അതിന് തേടിപ്പിടിച്ചെന്നുള്ളത് നമ്മുടെ യുവാക്കളുടെയും കൂടെ ഒരു ഇതാണ്. അല്ലാതെ ഇപ്പോൾ കേരളത്തിൽ നമ്മുടെ അതും കൂടെ പറഞ്ഞു തീർക്കട്ടെ. ഈ മുദ്ര എന്നുള്ള ഒരു ബാങ്ക് അല്ല, മുദ്ര ഒരു സ്കീമാണ്, ബാങ്കുകൾ വഴി നടപ്പാക്കുന്ന ഒരു സ്കീം. അതായത് മുൻകാലങ്ങളിലും ബാങ്കുകളിൽ ഒരു അഭ്യസ്തവിദ്യരായ ഒരാൾ ഏത് സ്കീം കൊണ്ടുചെന്നാലും ബാങ്കിൽ സ്കീമുകളുണ്ട്. പക്ഷേ അതിൻ്റെ ചില നിബന്ധനകൾക്ക് വിധേയമായിട്ട് മാത്രമേ ലോൺ കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു. ശരിയാണ്, ചിലപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോകുന്ന ആൾക്ക് ആ ലോൺ കിട്ടിയില്ല എന്ന് വരും. അതിൻ്റെ അർത്ഥം അവിടെ സ്കീം ഇല്ലെന്നോ ബാങ്കുകൾ ഇത് കൊടുക്കുന്നില്ല എന്നുള്ളതല്ല. ഏതെങ്കിലും ചില സന്ദർഭങ്ങളിൽ അങ്ങനെ ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. അത് നമ്മൾ ഏത് സർക്കാർ അല്ലെങ്കിൽ സർക്കാർ അനുബന്ധിതമായാലും ശരി, പ്രൈവറ്റ് സ്കൂളായാലും പോലും ശരി, അവിടെ ചെല്ലുന്ന എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും സാധിക്കണമെന്നില്ല. അതൊരു അബറേഷൻ മാത്രമാണ്. അതിനെ കോട്ട് ചെയ്തുകൊണ്ട് അതിനുള്ള സാഹചര്യം ഇവിടെ ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. കാരണം അല്ല, ബാങ്കുകളിൽ ഒരു പ്രത്യേക സ്കീമൊന്നുമല്ല, മുൻകാലങ്ങളിലും ഉള്ളത് തന്നെയാണ്. ഇതിനകത്ത് ഒരു വ്യത്യാസമേ ഉള്ളൂ, 10 ലക്ഷം വരെ ഈടും ഒന്നും കൊടുക്കണ്ട. അത് മുൻപും ഉള്ള സ്കീം തന്നെയാണ്, വലിയ വ്യത്യാസമൊന്നും ഇതിനകത്തില്ല, മുൻപും ഉള്ളത് തന്നെയാണ്. അത് മുദ്ര എന്നുള്ള പേര് വന്നപ്പോൾ അത് കൂടുതൽ ഒരു പ്രാമുഖ്യം കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. മുൻകാലങ്ങളിലും 10 ലക്ഷം രൂപ വരെയുള്ള ലോണിന് ജാമ്യവും ഈടുമില്ലാതെ കൊടുക്കാം. പക്ഷേ ഇപ്പോൾ നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ബഡ്ജറ്റിൽ ജോബ് ക്രിയേഷന് വേണ്ടിയിട്ടുള്ള നടപടികൾ എന്തെല്ലാം എടുക്കുന്നു എന്നാണ് നമ്മളിവിടെ ചർച്ചീകരിക്കുന്നത്. ബഡ്ജറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ബഡ്ജറ്റ് പ്രസംഗങ്ങളിൽ പറഞ്ഞിരിക്കുന്ന പ്രപ്പോസൽസ് എല്ലാം നല്ലതാണ്. പക്ഷേ നമ്മളത് അസസ് ചെയ്യുന്ന ഫൈനലായിട്ട് അതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ ബേസിസിലാണ് അസസ് ചെയ്യുന്നത്. അതിനകത്ത് അതുപോലെ തന്നെ വൈരുദ്ധ്യങ്ങളുണ്ടോയെന്ന് നോക്കും. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു വൈരുദ്ധ്യമാണ് ഞാൻ ആദ്യം ചൂണ്ടിക്കാണിക്കാൻ ശ്രമിച്ചത്. അതായത് നമ്മൾ ഒരു ടാക്സ് നെറ്റിലേക്ക് എത്ര പേരെ കൊണ്ടുവന്നത്, അത് വളരെ പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് ഞാൻ പറയാം. ടാക്സ് നെറ്റിലേക്ക് ഉള്ള പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2% താഴെയാണ്. അപ്പോൾ അത് 4% ആയാൽ പോലും, അല്ലെങ്കിൽ 5% ആയാൽ പോലും, അല്ലെങ്കിൽ ഈവൻ അത് തന്നെ 100% ഇൻക്രീസ് ചെയ്താൽ പോലും പിന്നീട് വരുന്ന ഒരു 115 crores ഓഫ് പീപ്പിൾ ഹു ആർ ലെസ് ദാൻ ടാക്സ് നെറ്റാണ്. അപ്പോൾ അവരുടെ ഇഷ്യൂ ആണ് ഈ ഡിമോണിറ്റൈസേഷൻ കാരണം ഉണ്ടായിരിക്കുന്ന ഒരു ഇഷ്യൂ. അപ്പോൾ ഒരു സൈഡിൽ ധനമന്ത്രി പറയുന്നൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ടാക്സ് നെറ്റ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി ടാക്സ് റിഡക്ഷൻസ് കൊണ്ടുവരുന്നു. അതാണ് 0.5 lakhs 2 lakhs വന്നു. അതുപോലെ SMSC സ്മോൾ സ്കെയിൽ സെക്ടേഴ്സിന് 5% ടാക്സ് കുറച്ചു. അതേസമയം തന്നെ കോർപ്പറേറ്റ് ടാക്സ് 25 കുറച്ചു. കോർപ്പറേറ്റ് ടാക്സസ് 2019 30% എന്നുള്ളത് കുറച്ച് കൊണ്ടുവരുമെന്ന് പറയുന്നതിനകത്ത് ഈ വർഷം ആക്ച്വലി എന്തെങ്കിലും ഒരു കാര്യം വരേണ്ടതായിരുന്നു, വന്നില്ല. അപ്പോൾ ഒരു സൈഡിൽ നമ്മൾ കള്ളപ്പണക്കാരുടെ കാര്യം പറയുകയും അതേസമയം അതിനകത്തുള്ള കണക്കുകളോ കാര്യങ്ങളോ കൃത്യമായി ജനങ്ങളെ അറിയിക്കാതിരിക്കുകയും അതേസമയം തന്നെ ലാർജ് സെഗ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഈ ഡിമോണിറ്റൈസേഷൻ്റെ ഇഫക്റ്റ് കാരണം ബുദ്ധിമുട്ടുകയും ക്യാഷ്ലെസ് ആയിട്ടുള്ള ഒരു ഇക്കോണമിയും വേൾഡിലില്ല. അപ്പോൾ നമ്മുടെ അതിനേക്കാൾ കൂടുതൽ റിജിഡായിട്ടുള്ള, അപ്പോൾ റിലാക്സേഷൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു ജനതയ്ക്ക് അതിനേക്കാൾ കൂടുതൽ റിജിഡായിട്ടുള്ള സംവിധാനത്തിലേക്ക് ഈ ബഡ്ജറ്റിൽ പ്രപ്പോസൽസ് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അതിനകത്തൊരു വൈരുദ്ധ്യമുണ്ട്. അപ്പോൾ എവിടെയോ സം മിസ്സിംഗ് പോയിന്റ്സ് ആർ ദെയർ. I don't know whether the finance minister have got the full freedom to say what he wanted to say or he is missing something. This is a very important point. Industry is ലുക്കിംഗ് അറ്റ് ഇറ്റ്. അതോടൊപ്പം തന്നെ ഇപ്പം പോസിറ്റീവ് പോയിന്റ്സ് ഒത്തിരി ഉണ്ട്. നമ്മൾ പോസിറ്റീവ് പോയിന്റ്സ് പറയേണ്ടതല്ലേ പറയുന്നത്. പോസിറ്റീവ് പോയിന്റ്സ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് വേണ്ടി പറഞ്ഞിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള പോയിന്റ്സ് ഉണ്ടെങ്കിൽ പോലും ഈ ബേസിക് ആയിട്ടുള്ള ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ അതിന് ഒരു കാരണം കൂടെ പോയി മാത്യു പറഞ്ഞ ഒരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ
ഒരു വർഷത്തേക്കെങ്കിലും ഈ ഡിമോണിറ്റൈസേഷൻ ഡിഫക്റ്റ് ഒരു വർഷത്തിൽ കൂടുതൽ വരില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഡിമോണിറ്റൈസേഷൻ ഹാസ് ബിക്കം എ ഫെയിലുവർ എന്നുള്ളത് ഗവൺമെൻറ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒന്ന്, ഒരു വർഷത്തേക്ക് ഗവൺമെൻറ് പറയുമ്പോൾ ആദ്യം പറയുന്നത് 3 മാസം പറയുന്നതാണ്. പ്രൈം മിനിസ്റ്റർ തന്നെ പറയുന്നത് 3 മാസമാണ്. അത് കഴിഞ്ഞ് 6 മാസമായി. അത് കഴിഞ്ഞ് ഇപ്പോൾ ബഡ്ജറ്റിൽ 1 വർഷമായി. അപ്പോൾ ദാറ്റ് മീൻസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ തന്നെ പറയും കുറച്ച് കാലത്തേക്ക് വരുമെന്ന് പറയും. അപ്പോൾ ദാറ്റ് മീൻസ് ദിസ് ഈസ് ഗോയിങ് ടു കണ്ടിന്യൂ ഫോർ couple of more years and at the same time അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാതെ അത് വീണ്ടും റിജിഡ് ആക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ആശങ്കകളാണ് ഇപ്പോൾ രഘു പറഞ്ഞത്, നമ്മൾ പറയുകയല്ല. അത് റിയൽ സെക്ടറിനെല്ലാം കുറച്ച് ഒരു എനർജൈസിങ് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇംപ്ലിമെന്റേഷനിൽ വലിയ പ്രശ്നങ്ങൾ. ദിസ് ഈസ് നോട്ട് ഒരു ഗവൺമെന്റിന് എഗൻസ്റ്റ് ആയിട്ടുള്ള കാര്യമല്ല. പക്ഷേ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്തിട്ട് ഞാൻ പറയുന്നതാണ്. പോസിറ്റീവായിട്ട് ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുള്ള മേഖലയാണ് ടൂറിസം മേഖല. പ്രൈം മിനിസ്റ്ററുടെ 5T വന്നിട്ടുള്ള ഒരു മേഖലയാണ്. അപ്പോൾ അതെല്ലാം പോസിറ്റീവ് പോയിന്റ്സ് എല്ലാം ഉണ്ട്. ഞാൻ ടൂറിസം മേഖല വന്നില്ല, അതുകൊണ്ട് പറയാത്തത്. തീർച്ചയായും ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ബിജെപി സർക്കാരിന്റെ